നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാശി ചക്രങ്ങളെക്കുറിച്ച്, എന്താണ് രാശി അല്ലെങ്കിൽ രാശി ലഗ്നഭാവം, ലഗ്നത്തിൽ ഓരോ ലഗ്നത്തിലും എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കാണുക. ഏതൊരാൾക്കും ഞാൻ മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു കാണുക. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വിവാഹം നടക്കാനും അതുപോലെ തന്നെ സന്താനലബ്ധിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വഴിപാടിന് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ തടസ്സങ്ങൾ മാറാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നക്ഷത്രത്തിനും പൊതുവായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് വഴിപാട് നടത്തേണ്ടതെന്ന് അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്നെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ലൈവ് വീഡിയോസിൽ നിങ്ങൾക്ക് ലൈവായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. ചിലപ്പോൾ കുറച്ച് താമസം വന്നേക്കാം, ഒരുപാട് പേരുടെ നോക്കാനുണ്ട്. അപ്പോൾ അതിന് മറുപടിക്ക് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അത് നിങ്ങൾ ഓരോരുത്തരും തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ രാശികളും അല്ലെങ്കിൽ ജാതകങ്ങളുമൊക്കെ നോക്കി പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ 2 ദിവസത്തിനകം നിങ്ങളെ പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടും വാട്സാപ്പിലേക്ക് വന്നോളൂ. തികച്ചും സൗജന്യമാണ്. ഓക്കെ, തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് വാട്സാപ്പിലാണെങ്കിലും ലൈവിലാണെങ്കിലും നിങ്ങൾക്ക് ജാതകം നോക്കി നിങ്ങൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നത്. യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളുമില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ അതിന് വിട്ടു. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗാദുരിതങ്ങൾ, ആപത്തുക്കൾ, സന്താന ദുരിതം, സ്ഥലം മേടിക്കാനായിട്ട് പറ്റാത്തവർക്ക് വടക്കും ഭാഗത്ത് കരുനീലി അമ്മയുടെ ഭദ്രകാളി അമ്മയ്ക്ക് നമ്മൾ സ്ഥലം മേടിച്ച് അവിടെ അമ്മേനെ കുടിയിരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് സന്താന ദുരിതമാണോ അല്ലെങ്കിൽ രോഗാദുരിതമാണോ നമുക്ക് വേണ്ടത്, വീടാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം മേടിക്കാനാണോ, എന്താവശ്യമാണെന്ന് നിങ്ങളുടെ പേര് നാളും കമൻറ്റ് ചെയ്ത് വീട്ടുപേരും കമൻറ്റ് ചെയ്ത് വാട്സാപ്പിലേക്ക് അയച്ചെന്ന് പറയുക. നിങ്ങൾക്ക് കറക്റ്റ് 41 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നേടിപ്പോരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക. നിങ്ങൾക്ക് 1 രൂപ ഇടാനായിട്ട് 1 രൂപ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ 100 ഇടാണ്ടാവും, 100 ഇടാം, 200 ആണെങ്കിൽ 200, 1000 ആണെങ്കിൽ 1000, 2000 ആണെങ്കിൽ 2000, ഇപ്പോൾ ഇനി 10000 ഉണ്ടാവും അല്ലെങ്കിൽ 200 ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോസ് കണ്ട് ഒരാൾ നമുക്ക് 20,000 രൂപ നമുക്കവിടെ കൊണ്ടു തന്നു. ആളുടെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ആവശ്യമല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾക്ക് വീട് മേടിക്കാനായിട്ട് വീടുകളിലെ വാടകയ്ക്ക് കിടക്കണേ എന്നത് കഴിഞ്ഞ് ഇടയ്ക്കായിരിക്കും പഞ്ചായത്തിൽ നിന്ന് ഒരു മാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നിട്ട് നമുക്ക് 20,000 രൂപ തരികയും അതുപോലെ തന്നെ ആൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് സ്ഥലമൊക്കെ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 20,000 രൂപ കൊണ്ടുവന്ന് നടക്കി കൊണ്ട് സമർപ്പിച്ചു. നിങ്ങൾ അത്രയും കൊണ്ട് വെക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർബന്ധമില്ല, യാതൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് 20,000 രൂപ ഒന്നുമില്ല, നിങ്ങൾക്ക് 1 വിട്ടാലും നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകാൻ അത് വിജയിക്കും എന്നുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഭഗവതിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സന്താന ലബ്ധിക്ക് നമുക്ക് എന്ത് വഴിപാട് പൊതുവായിട്ട് ചെയ്യാം അതിനെക്കുറിച്ചിട്ടാണ് പറയാം. സന്താന ലബ്ധിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ 41 ആഴ്ച 41 വ്യാഴാഴ്ച സന്താനഗോപാല അർച്ചനയും ആദ്യത്തെ അവസാനത്തെയും ഇതിന് വെണ്ണ നിവേദിച്ചു കൊണ്ട് കഴിക്കുകയും അതുപോലെ തന്നെ അവസാന ദിവസം പാൽപ്പായസം നെയ്വിളക്ക് നടത്തുകയും ആദ്യത്തെ ദിവസം പാൽപ്പായസം നെയ്വിളക്കും തുളസിമാലയും നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്താനലബ്ധി ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടി പറയാം, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 41 വ്യാഴാഴ്ച സന്താനഗോപാല മന്ത്രാർച്ചന, ആദ്യത്തെ വ്യാഴാഴ്ച പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് നടത്തുക, അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം കഴിക്കുക. അവസാനത്തെ വ്യാഴാഴ്ച പാൽപ്പായസവും നെയ്വിളക്കും സമർപ്പിക്കുക, വെണ്ണയും സമർപ്പിച്ച് മേടിച്ച് വെണ്ണ കഴിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആഴ്ചകളിലൊക്കെ സന്താനഗോപാലം മാത്രം നടത്തിയാൽ മതി. നമുക്ക് സന്താനം ഉണ്ടായിരിക്കും. സന്താനമൊക്കെ ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇനി അടുത്തത് പറയാനായിട്ട് നമ്മൾ പോകുന്നത് ജോലി തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ജോലി തടസ്സം മാറുന്നതിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 21 വ്യാഴാഴ്ച
രാജഗോപാല മന്ത്രാർച്ചന നടത്തുകയും അതുപോലെ തന്നെ സുദർശന മന്ത്രാർച്ചനയും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലികളൊക്കെ ലഭിക്കുന്നതാണ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി, ഞാൻ സർക്കാർ ജോലി എന്ന് പറഞ്ഞില്ല, ജോലി കിട്ടും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 21 വ്യാഴാഴ്ച രാജഗോപാല മന്ത്രാർച്ചന സുദർശന മന്ത്രാർച്ചന നടത്തുക. ആദ്യത്തെ ദിവസവും അവസാന ദിവസവും പാൽപ്പായസം നടത്തുക, നെയ്വിളക്ക് നടത്തുക. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി സംബന്ധമായ തടസ്സങ്ങൾ. ഇനി വിവാഹ തടസ്സങ്ങൾക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും നെയ്വിളക്കും നടത്തുക. അവസാനത്തെ ദിവസം പാൽപ്പായസവും നടത്തുക. കൂടെ തുളസിമാല നെയ്വിളക്ക് ഒപ്പം പാൽപ്പായസം നടത്തുക. അതും എത്രയാണ്? വിവാഹത്തിന് 21 വ്യാഴാഴ്ച. പിന്നെ 21 വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി, ദുർഗാ ഭഗവതിയോ ഭുവനേശ്വരിയോ ആരും ആവട്ടെ 3 നാരങ്ങ മേടിച്ച് അത് പൊളിക്കുക, രണ്ടാക്കിയിട്ട് തിരിച്ച് നാരങ്ങ പിഴിഞ്ഞിളഞ്ഞ് തിരിച്ച് തിരിയിട്ട് ഒരു 5 വിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ സ്വയംവര പാർവതി മന്ത്രാർച്ചനയും നടത്തുക 21 വെള്ളിയാഴ്ചയും. അപ്പോൾ നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമാണ്. പ്ലസ് നിങ്ങൾക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അശ്വാരൂഢ മന്ത്രാർച്ചന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ 21 ചൊവ്വാഴ്ചകൾ നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ നെടുമംഗലത്തിനൊക്കെ നടത്തേണ്ടതൊക്കെ ദോഷമുള്ളവർക്കും അതുപോലെ അശ്വാരൂഢത്തിനൊക്കെ മുന്നുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുകയും ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. സന്താനമൊക്കെ ഉണ്ടാവാനും ജോലി ലഭിക്കാനും വിവാഹമൊക്കെ നടക്കാൻ സമയമായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നടക്കാൻ സാധ്യതയുള്ളവർക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണുകയും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.